like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this every day and I'm impatient, hoping. ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. നമ്മുടെ സൺഡേ ഡ്രൈവിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. രാമശ്ശേരി ഫസ്റ്റ് പാർട്ടിലും മുതലമട റെയിൽവേ സ്റ്റേഷൻ സെക്കൻഡ് പാർട്ടിലും ഇപ്പോൾ തേർഡ് പാർട്ടിൽ കൊല്ലങ്കോട് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. കൊല്ലങ്കോടിൻ്റെ ഗ്രാമഭംഗിയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ കൊല്ലങ്കോട് എത്തുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വില്ലേജ് കൗണ്ടി എന്നുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഫിഷ് കറി മീൽസും ബിരിയാണിയും ഭയങ്കര ഫേമസ് ആട്ടോ. ഞാൻ ഒരുപാട് തവണ വന്ന് ഇവിടെ കഴിച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആംബിയൻസ് ആണ്, നീറ്റാണ്, ഹൈജീനാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഫുഡ് ഓർഡർ ചെയ്താൽ കൊണ്ടുവരാൻ കുറച്ച് താമസിക്കും. വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. മിക്കതും ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഫേമസ് ആയ ചട്ടി ബിരിയാണി അല്ലെങ്കിൽ കുടുക്ക് ബിരിയാണി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ ലുക്കും ഒരു പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നല്ല ഡിഫറെൻ്റ് ആട്ടോ. നല്ല രസമാണ് ഈ നല്ല ആംബിയൻസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. ടേസ്റ്റ് ആണെങ്കിലും അസാധ്യ ടേസ്റ്റാണ്. നല്ല മസാലയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത്ര ടേസ്റ്റിയാണ്. പിന്നെ ആ ചട്ടിയുടെ ചൂടും എപ്പോഴും ഫുൾ ടൈം നമുക്കുണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ സീതാർകുണ്ട് റോഡിലേക്കാണ് നമ്മൾ തിരിയുന്നത്. സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വലത്തോട്ടുള്ള ഡീവിയേഷനാണ് ഈ റോഡ്. ചെറിയ റോഡാണ്, അധികം ട്രാഫിക് ഒക്കെ അലൗഡ് അല്ലാതെ, അല്ലെങ്കിൽ കയറിപ്പോയാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന റോഡാണ്. ഒരു ആർട്ടിക്കിളിൽ ബെസ്റ്റ് വില്ലേജസ് ഇൻ ഇന്ത്യയിൽ സ്ഥാനം വന്ന ഒരു വില്ലേജാണ് ശരിക്കും കൊല്ലങ്കോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ നല്ല തിരക്കാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വലിയ വലിയ വണ്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ബസ്സും ടെമ്പോ ട്രാവലും വരെ നമ്മൾ ഈ വഴിയിൽ കണ്ടിട്ടുണ്ട്. വീക്കെൻഡ് ഡേയ്സിൽ നല്ല തിരക്കാണ്, വീക്ക് ഡേയ്സിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അരുണിനെ കണ്ടു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന മലനിരകളും ചെറിയ റോഡും പാടവും തന്നെയാണ് ഈ ഭാഗത്തെ ഹൈലൈറ്റ്. ഇനിയുള്ള വീഡിയോസിൽ മുഴുവനായിട്ടും പാടശേഖരവും മലയും കുന്നും ചെറിയ റോഡും അവിടെയുള്ള ആളുകളൊക്കെയാണ് കൂടുതലുണ്ടാവുക. ഇവിടെയുള്ള കാഴ്ചകളുടെ ഹൈലൈറ്റും ഇത് തന്നെയാണ് കേട്ടോ. ഇത്രയും മനോഹരമായ ഒരു പച്ചപ്പുള്ള ഒരു ഗ്രാമം വേറെ എവിടെയും കിട്ടാനില്ല, വേറെ എവിടെയും കാണാനില്ലെന്ന് വേണം പറയാൻ. അത്ര ഭംഗിയാണ്. പിന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ മാക്സിമം ഒതുക്കി മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്ത് വേണം കാഴ്ചകൾ കാണാൻ. നെൽപ്പാടങ്ങളും മലനിരകളും പിന്നെ ഇളം കാറ്റും ഒക്കെ ആയിട്ട് വിഷ്വലി വളരെ റിച്ചായ ഒരു സ്ഥലം. ഇവിടെയുള്ള പാവപ്പെട്ട കർഷകരായ ആളുകൾ, വളരെ ചുരുക്കം ആളുകൾ ജീവിക്കുന്ന സ്ഥലം. ഇത്രയും മനോഹരമായ സ്ഥലങ്ങളിലാണ് ഒരുപാട് മലയാള സിനിമകളും ഒരുപാട് പാട്ടുകളും ആൽബങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജിൽ ഇടം നേടാൻ ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ കാരണം. അപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി പാടത്തേക്ക് നടക്കാനിറങ്ങി. ചെറിയ പാടവരമ്പാണ്. കുട്ടികൾക്കൊക്കെ അതിശയമാണ്, അധികം ഒരു പാടവരമ്പത്തിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വളരെ കൗതുകത്തോടെ വളരെ ഇൻട്രസ്റ്റിങ്ങോടെ കൂടെ ഞങ്ങൾ അതിലൂടെ നടന്നു. കൊച്ചു കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കുറേ ഫാമിലി വന്ന് പാടത്തെ കൂടെ ഒത്തൊരുമിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഒരേ ഫാമിലിയിൽ പലതരം ചിന്താഗതിയുള്ള ആളുകൾ ഒരേ വരമ്പത്ത് കൂടെ ഒരേപോലെ നടന്നു പോകുന്നത് കാണാനും നല്ല രസമാണ് കേട്ടോ. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഇതിൻ്റെ നടുക്ക് വന്ന് നിൽക്കുമ്പോൾ ഒരു പ്ലസൻറ്റ് ഫീലാണ്. റിച്ച് ഓക്സിജൻ, നമുക്ക് ഭയങ്കര ഹൈപ്പ് തരുന്ന, മൈൻഡൊക്കെ റിഫ്രഷ് ആവുന്ന ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുന്നത്. നമ്മൾ എത്ര പ്രശ്നത്തിലുണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയി പോകും. നമ്മളെ തന്നെ മറന്നു പോകും. നമ്മുടെ ഓഫീസിലെ ടെൻഷനും കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെയുള്ള പല വിഷയങ്ങളൊക്കെ മറന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം. മുമ്പൊക്കെ ഞാൻ വരുമ്പോൾ തീരെ ക്രൗഡ് കുറവായിരിക്കും, തീരെ ആളുകൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലൊക്കെ കൊല്ലങ്കോട് വില്ലേജ് കുറച്ച് ഫേമസ് ആയപ്പോൾ നല്ല തിരക്കാണ്. ചില സമയത്ത് 4 മണിക്കൂർ വരെ ബ്ലോക്ക് കിട്ടിയ സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു.
വരുന്ന ആളുകളോട് ഒരു അഭ്യർത്ഥനയുണ്ട്, ഈ നാടിനെയും നാട്ടുകാരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. നമ്മൾ അതിഥികളെ പോലെ വരിക, കണ്ട് ആസ്വദിക്കുക, തിരിച്ചു പോവുക. പിന്നെ ഈ കാണുന്ന കുന്ന് നെല്ലിയാമ്പതി മലനിരകളാണ്. അതിൻ്റെ താഴ്വരയിലാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും അത്യാവശ്യം വെള്ളവും കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളും നന്നായിട്ട് നല്ല കാഴ്ച ഭംഗിയുള്ള സ്ഥലവും കൂടിയാണ് കൊല്ലങ്കോട് ഗ്രാമം. ഇങ്ങനെയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ആണ് അറിവ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളൊക്കെ നമുക്ക് വളരെ അമൂല്യമാണ്. കാത്തു സൂക്ഷിക്കണം, ഡിസ്റ്റർബ് ചെയ്യരുത്, ഡിസ്ട്രോയ് ചെയ്യരുത്. കൊല്ലങ്കോട്ടേക്ക് വരുന്ന സമയത്ത് മഴ നല്ലോണം ഉണ്ടായിരുന്നെങ്കിലും നമ്മളിവിടെ എത്തിയപ്പോൾ, ഈ ഗ്രാമത്തിൽ എത്തിയപ്പോൾ തീരെ മഴയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇറങ്ങാനും നടക്കാനൊക്കെ സൗകര്യമായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ളൊരു പാടവരമ്പത്ത് ചെറിയ ചാറ്റൽ മഴയിൽ ഒരു കുടയും ചൂടി നടന്ന് ഇങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ്, ഇഷ്ടമുള്ളതാണ്. ഞാൻ പണ്ട് ഇതുപോലെ നടന്ന് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഫീല്, നൊസ്റ്റാൾജി തരുന്ന ഒരു ഫീൽ തരുന്ന ഒരു പ്രതിഭാസമാണ് ആ ഒരു കാഴ്ചകൾ. ആ മുളച്ചു വരുന്ന ഞാറിൻ്റെ ഒരു കളർ കണ്ടില്ലേ, ലൈറ്റ് ഗ്രീൻ. അതിന് ശേഷം ഇപ്പുറത്ത് ഞാറ് നട്ടിരിക്കുന്നതാണ്. ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ വേറെ കുറച്ച് ഡാർക്ക് ഗ്രീനായി മാറും. അതൊക്കെ നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാൻ. പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നത് സീതാർകുണ്ട് ഭാഗത്തേക്കാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടമാണ് ഏറ്റവും ഫേമസ്. അവിടെ എന്നും തിരക്കാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാറില്ല. ഇപ്പോഴും നമ്മൾ പോകുന്നില്ല. അതിന് പകരം ഒരു നല്ല ബ്യൂട്ടിഫുള്ളായ, ആരും അറിയാത്ത അൺടച്ച്ഡ് ആയ ഒരു സ്പോട്ടുണ്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക്. ആ സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മാങ്ങ കർഷകരാണ് കൂടുതൽ ഈ ഭാഗത്തുള്ളത്. ചെറിയ നാട്ടുവഴിയാണ്, 2 വണ്ടികൾക്ക് അടുപ്പിച്ച് കടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള നാട്ടുവഴിയാണ്. അതുകൊണ്ട് വളരെ പതുക്കെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ അമ്പലമുണ്ട് ഇടത് ഭാഗത്ത്. ആ അമ്പലത്തിൽ നിന്ന് നമുക്ക് ഇടത്തോട്ട് തിരിയുണ്ട്. വലത്തോട്ടുള്ള വഴിയാണ്, ആ വെള്ളം കെട്ടി നിൽക്കുന്ന വഴിയാണ് സീതാർകുണ്ടിലേക്കുള്ള വഴി, വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി. നമുക്ക് ഇടത്ത് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 200 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഡെസ്റ്റിനേഷൻ കിട്ടും. ആരും ഉണ്ടാവില്ല, തിരക്കില്ലാത്ത സ്ഥലമായിരിക്കും. ഒരു കുന്നും ചെരുവാണ്. അവിടെയുള്ള കാഴ്ചയും അവിടെയുള്ളൊരു ആംബിയൻസും വളരെ പ്രത്യേകതയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഈ വഴി ചെറിയ ഒരു മൈൽഡ് ഓഫ് റോഡ് ടൈപ്പ് വഴിയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമുക്ക് പാറ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പാറയിൽ കൂടെ വണ്ടി കയറ്റി കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇത് ഈ കാണുന്ന പോയിന്റിൽ നമുക്ക് വണ്ടി ഇടാം കേട്ടോ, ചെറിയ വണ്ടികളാണെങ്കിൽ. ഇപ്പോൾ നമ്മുടെ വണ്ടി അത്യാവശ്യം കയറിപ്പോകുന്ന ആയതുകൊണ്ട്, അധികം അടി അടിക്കാത്തതുകൊണ്ട് നമുക്ക് വണ്ടി കയറി ചെല്ലും. കുറച്ച് ദൂരം വരെ കയറി ചെന്ന് അവിടെ നമുക്ക് വണ്ടി ഇടാൻ പറ്റും. പിന്നെ ഇത് സാധാരണ ഒരു റോഡ് തന്നെയാണ്. വേറെ ആളുകൾ അപ്പുറത്ത് ഒരു ചെറിയൊരു കുഞ്ഞു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന റോഡാണ് ഇത് കേട്ടോ. റോഡ് എന്നല്ല, വഴിയെന്ന് വേണം പറയാൻ. അപ്പം അങ്ങനെ റോഡായിട്ടൊന്നും ഇവർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ വഴിയിലൂടെ തന്നെയാണ് അവർ ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. വലിയ റിസ്കി ഓഫ് റോഡൊന്നും അല്ല, ഒരു മൈൽഡ് ഓഫ് റോഡ് ടൈപ്പാണ്. നമുക്ക് വണ്ടി അത്യാവശ്യം കയറ്റി മുകളിൽ കൊണ്ട് നിർത്താം. വണ്ടി അവിടെ നിർത്തുമ്പോൾ തന്നെ ആ ഒരു അസാധ്യമായ കാഴ്ച നമ്മുടെ മുന്നിലേക്ക് വരും. ഇത്ര ഭംഗിയാണ്. ഒന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ടല്ലോ, നല്ല തണുത്ത കാറ്റും ഒരു കുന്നിൻ്റെ ചരിവിൻ്റെ ഭംഗിയും ഒരു എന്ത് പറയാനാ, നമ്മുടെ വൈഡ് ആംഗിൾ, ക്യാമറയുടെ വൈഡ് ആംഗിളിൽ ഇത്രയും ഫ്രെയിമും ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടുത്തെ ആളുകളൊക്കെ പശുവിനൊക്കെ മേയിച്ചിട്ട് അവിടെ ഈ കുന്നും പുറത്തിരുന്ന് സൈഡിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരൊക്കെ എത്ര ഭാഗ്യവാനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും റിച്ചായ, അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. സൂം ചെയ്ത് നോക്കുമ്പോൾ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ അരുവികൾ ഇങ്ങനെ വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. വീശിയടിക്കുന്ന ഇളം കാറ്റിൽ ഈ വീഴുന്ന അരുവികളൊക്കെ സ്പ്രെഡായിട്ട് ഇങ്ങനെ പല ഡയറക്ഷനിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സൂം ചെയ്യുമ്പോൾ അത്രയ്ക്ക് നമുക്ക് വിഷ്വലി അറിയാൻ പറ്റുന്നില്ല, പക്ഷേ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. മക്കൾ നമ്മളോട് ചോദിക്കില്ല എത്ര ഇഷ്ടമാണെന്ന്. അപ്പോൾ നമ്മൾ പറയില്ല ഈ കുന്നോളം ഇഷ്ടമാണെന്ന്. അതുപോലെ വലിയൊരു കുന്നാണ് കേട്ടോ ഇത്. കാണാൻ എന്ത് രസമാണ്. അപ്പോൾ അവിടെ കുട്ടികൾ ഓടി കളിച്ച് അവിടെ നമ്മൾ കാല് നീട്ടി ചുമ്മാ ഇരുന്ന് ആസ്വദിച്ചാൽ മതി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറി നമ്മൾ റിലാക്സ്ഡ് ആവും. നമ്മൾ റിലാക്സ്ഡ് ആവുന്നതിനനുസരിച്ചാണ് നമുക്ക് വീണ്ടും അധ്വാനിക്കാനും പ്രവർത്തിക്കാനും പുതിയ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഊർജ്ജം നമ്മുടെ ബോഡി അക്വയർ ചെയ്യുന്നത്.
അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കൊല്ലങ്കോട് ഗ്രാമം. പാറുക്കുട്ടിയുടെ ഡാൻസ്, ഇലുമിനാറ്റി ഡാൻസ് ഞാൻ സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്ത് നോക്കിയതാണ്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പാട്ട് എഡിറ്റ് ചെയ്തില്ല. നിങ്ങൾക്കത് മലമൊന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ പാറുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് അവിടെ ഇരുന്ന് പാചകം ചെയ്യുക, കിച്ചൺ സെറ്റും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറേ ചെടികളൊക്കെ വെച്ച് ആൾ പാചകം ചെയ്യും. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ തരുന്ന പോലെ കുറേ പച്ചിലയും ഒക്കെ അരച്ച് തരും. അതാണ് അപ്പോൾ ആ കുട്ടികളുടെ കളിയും ബഹളവും ചിരിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ കുന്നും ചെരുവിലിരുന്ന് ആസ്വദിച്ച് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു. നെല്ലിയാമ്പതിയിലൊക്കെ ചെല്ലുമ്പോൾ ഈ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനൊന്ന് മാക്സിമം സൂം ചെയ്ത് കാണാൻ ശ്രമിച്ചാണ്. മാക്സിമം ഇത്രയും നമുക്ക് പോസിബിൾ ഉള്ളൂ. ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിൽ പോയി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നില്ലേ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ള ഒരു തോന്നലാണ്. എന്തെങ്കിലുമൊക്കെ ഈ ആഗ്രഹം സാധിച്ചെടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ കൂടെ നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ 1-2 സ്പോട്ടുകൾ കൂടി ഉണ്ട്. ചിങ്ങഞ്ചിറ, മാവിൻ്റെ തോട്ടങ്ങൾ, പിന്നെ അങ്ങനെ ഒരു നെന്മേനി, അങ്ങനെ കുറച്ച് 2-3 സ്പോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് നമ്മൾ ആ ഏരിയ ഒന്നും കവർ ചെയ്യുന്നില്ല. ഒരിക്കൽ നമ്മൾ ആ ഏരിയ ഒക്കെ കവർ ചെയ്ത് വീണ്ടും ഈ വഴി വന്ന് വീഡിയോ ഇടുന്നതാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഇന്നത്തെ ഈ സ്പോട്ട്. അപ്പോൾ സൺഡേയിൽ അത്യാവശ്യം ഒരു 3 ഡെസ്റ്റിനേഷനൊക്കെ നമുക്കിന്ന് കവർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റി. ഈ 3 സ്ഥലങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പകലിലെ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിനോടൊപ്പം ഞങ്ങളെടുത്ത ഫോട്ടോസ് കൂടി പിൻ ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോസും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻസ് ആയിട്ടും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ലൈക്കായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഞെക്കി വെച്ചോളൂ. ഇതുപോലുള്ള കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.